for parrot. P for plum. ഹലോ, ഈ വരുന്ന ടീച്ചേഴ്സ് ഡേക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചറിന് കൊടുക്കാൻ ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടാക്കാൻ പഠിക്കാം. ഓക്കെ, 8 സെൻറ്റിമീറ്റർ ലെന്തും അതുപോലെ 8 സെൻറ്റിമീറ്റർ വിട്ടുമുള്ള ഇതുപോലൊരു സ്ക്വയർ പേപ്പർ എടുക്കണം കേട്ടോ. അതിനകത്ത് ചെറുതായിട്ടൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ അല്ലാതെ ഹാർട്ട് വരയ്ക്കുന്നതിനെക്കാട്ടിലും എളുപ്പം കേട്ടോ ഇങ്ങനെ വരച്ചു നോക്കാൻ. ഇനി വേണ്ടത് കുറച്ച് കളർ പേപ്പേഴ്സാണ്. കളർ പേപ്പേഴ്സ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതുപോലെ ക്രയോൺസ് കൊണ്ട് കളർ ചെയ്ത് കഴിഞ്ഞാലും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. വൈറ്റ് പേപ്പറിൽ നമ്മൾ കട്ട് ചെയ്ത ഹാർട്ടിന്റെ ഷേപ്പ് ഇല്ലേ, അത് ട്രേസ് ചെയ്ത് മറ്റ് കളർ പേപ്പേഴ്സിൽ കൂടി ഹാർട്ട് വരച്ചു കൊടുക്കണം. എല്ലാം സെയിം സൈസ് ഹാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണ്ടേ. ഇങ്ങനെ കട്ട് ചെയ്ത എല്ലാ ഹാർട്ടിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് സ്കെച്ച് പെന്നോ മാർക്കറോ യൂസ് ചെയ്ത് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്ത ഈ പേപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ ഇനി ഒരു ബേസ് വേണമല്ലോ. ഒരു A4 സൈസ് പേപ്പറിനെക്കാട്ടിലും കുറച്ചുകൂടി ലെന്ത് വേണം കേട്ടോ ഈ പേപ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളുടെ അടുത്ത് നീളത്തിലുള്ളൊരു ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് മതിയാകും. പക്ഷെ എൻ്റെ അടുത്ത് ഇപ്പോൾ നീളത്തിലുള്ളൊരു ചാർട്ട് പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനൊരു കളർ പേപ്പർ എടുത്തു A4 സൈസിൻ്റെ. എന്നിട്ട് അതിന് 8 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ താഴേക്ക് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് കുറച്ചുകൂടി പേപ്പർ കട്ട് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുത്ത് ആ പേപ്പറിൻ്റെ നീളം കൂട്ടിയെടുത്തു. അപ്പം നമുക്ക് എല്ലാ പേപ്പേഴ്സും സെറ്റ് ചെയ്യാമല്ലോ. ഇനി നമ്മളെടുത്ത് ഈ ബേസില്ലേ അതിൻ്റെ ഏറ്റവും താഴെ ഒരു ഹാർട്ട് ഷേപ്പ് എടുത്ത് വെച്ച് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ശേഷം അതിന് താഴെ ജസ്റ്റ് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു പോയിൻറ്റും അതിൻ്റെ മുകളിലേക്ക് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കുറച്ച് പോയിൻറ്റ്സ് കൂടെ മാർക്ക് ചെയ്യണം. നമ്മൾ എത്ര പേപ്പേഴ്സ് എടുത്തോ അത്രയും പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. ഇനി ആ പോയിൻറ്റ്സിൻ്റെ മുകളിലൂടെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം. ഈ ഓരോ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 സെൻറ്റിമീറ്റർ ആണ്. ഇങ്ങനെ വരച്ചെടുത്ത ഈ ലൈൻസ് ഇല്ലേ, ആ ലൈൻസിൻ്റെ എക്സാക്റ്റ് അവിടെ വെച്ച് തന്നെ ആ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്ത് മാറ്റണം. നമ്മൾ ആ ഓരോ ലൈൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പേപ്പർ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയല്ലേ, ആ ഒരു ലൈൻ്റെ അവിടെ വരുമ്പോൾ ആ പേപ്പർ ജസ്റ്റ് ഒന്ന് ചുളിഞ്ഞ് കിട്ടും. അതായത് ഒരു മടക്ക് വരണം, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നീട് ഒരു ഹാർട്ടിൻ്റെ പീസ് എടുത്തിട്ട് ആ ലൈൻ്റെ എല്ലാ ലൈൻ്റെയും മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ട്രേസ് ചെയ്യണം. നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഐബ്രോ ഒക്കെ എഴുതി കൊടുക്കാറില്ലേ, ആ ഒരു ഷേപ്പിലാവട്ടോ. അതായത് ഹാർട്ടിൻ്റെ മുകൾ ഭാഗം മാത്രം ആ എല്ലാ ലൈനിലും ഒന്ന് ട്രേസ് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലൂ ആണ്, അതുപോലെ ഒരു ഇയർ ബഡ്. അപ്പോൾ നമ്മൾ ഈ ബഡ്സ് എടുത്തിട്ട് നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തില്ലേ ആ ഹേർട്ടിൻ്റെ ആ ഒരു മുകൾ ഭാഗം, അപ്പോൾ അവിടെ കറക്റ്റായിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ഐബ്രോ ഒക്കെ എഴുതി കൊടുക്കുന്ന പോലെ കുറച്ച് മാത്രം ഗ്ലൂ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഓരോ ഹാർട്ട് വീതം നമ്മൾ പേസ്റ്റ് ചെയ്യണം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് ഭാഗം മാത്രമേ ഹാർട്ടിന് നമ്മൾ ഈ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മൾ ആ പുൾമി കാർഡ് ഇങ്ങനെ വലിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ആ പേപ്പേഴ്സ് മുകളിലേക്ക് പോവുള്ളൂ. അങ്ങനെ ഈ ഹാർട്ട്സ് എല്ലാം ഒട്ടിച്ച ശേഷം ആ പേപ്പറിൻ്റെ ബാക്കിയുള്ള പാർട്ടില്ലേ അത് നമ്മൾ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യണം. അങ്ങനെ എല്ലാ ഹാർട്ടിൻ്റെ ഷേപ്സും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഏത് ബേസ് ആണോ എടുത്തത്, ഞാനിപ്പോൾ ഒരു ഗ്രീൻ കളർ പേപ്പറല്ലേ ബേസായിട്ട് എടുത്തത്, അതേ പേപ്പറിൽ നിന്ന് തന്നെ കുറച്ച് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, ചെറിയൊരു സ്ട്രിപ്പ്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഒരു ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഒട്ടിച്ച ശേഷം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ 2 ലൈൻ കൂടി വരച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ പുൾമി കാർഡ് റെഡിയായി. ഇനി ഓരോ പേപ്പറിലും നമുക്ക് വേണ്ട മെസ്സേജസ് ഒക്കെ എഴുതാം കേട്ടോ. ടീച്ചേഴ്സ് ഡേക്ക് മാത്രമല്ല ഏത് ഒക്കേഷന് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് ആരുടെങ്കിലും ബർത്ത്ഡേ ആണെങ്കിലോ അല്ലെങ്കിൽ ഫാദേഴ്സ് ഡേ മദേഴ്സ് ഡേ ആണെങ്കിലോ വാലന്റൈൻസ് ഡേ ആണെങ്കിലോ
ഒക്കെ ഈ കാർഡ് യൂസ്ഫുൾ ആണ്. നമുക്ക് എന്ത് മെസ്സേജാണോ എഴുതേണ്ടത് ആ ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് എഴുതാം. പിന്നെ ഒരു ചെറിയ പീസ് പേപ്പറിൽ ഒരു ഹാർട്ട് വരച്ച് കട്ട് ചെയ്ത് ഫുൾ മീന്ന് കൂടി എഴുതി കഴിഞ്ഞാൽ ഇതാ ഈ ലുക്കിലെത്തും. പിന്നെ ഞാൻ ഈ കാർഡ് എൻ്റെ ടീച്ചറിന് കൊടുക്കാനല്ല കേട്ടോ ഉണ്ടാക്കിയത്, എൻ്റെ 4 വയസ്സുള്ള മോൻ്റെ ടീച്ചറിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചേഴ്സ് ഡേയുടെ ആണ്. അപ്പോൾ അവൻ അത്രയും എഴുതാനൊന്നും അറിയില്ലല്ലോ, 4 വയസ്സല്ലേ ഉള്ളൂ, 4 ലൈനിൽ മാത്രമേ എഴുതാൻ അറിയുള്ളൂ. സോ ഞാൻ അവനൊരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് ലെറ്റേഴ്സൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പതുക്കെ അവൻ എഴുതിയെടുത്തു. P for plum. Y for yak. ഇവിടെ മോൻ KG പഠിക്കുന്നതുകൊണ്ട് അവരാകെ 2 ടീച്ചേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ട് ഞാൻ 2 കാർഡ് ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് പേപ്പറും ഗ്ലൂവും അല്ലേ. ഇനി കളർ പേപ്പർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ക്രയോൺസ് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു 5 മിനിറ്റൊക്കെ മതി. ജസ്റ്റ് ഒരു ഹാർട്ട് ഷേപ്പ് വരയ്ക്കുക, ഒന്ന് കട്ട് ചെയ്യുക, ഇങ്ങനെ പേപ്പറിൽ ഒട്ടിക്കുക, നമുക്ക് വേണ്ട മെസ്സേജസ് എഴുതുക, അത്രയേ ഉള്ളൂ. പിന്നെ മാത്രമല്ല നമ്മൾ ആർക്ക് കൊടുക്കുന്നോ അവർക്ക് ഈ ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നമ്മളൊരു പേഴ്സണലൈസ് ചെയ്തല്ലേ കൊടുക്കുന്നത്, അല്ലാതെ സ്റ്റോറിൽ പോയിട്ട് ഒരു സാധനം വാങ്ങി അവർക്ക് അതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുകയല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടമാകും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.